ഞാനൊരു കവിയല്ല എങ്കിലും ആളോരേ കാവ്യം തുളുമ്പുന്ന കവിയരങ്ങിൻ്റെ സന്ധ്യയിൽ ആരാധകർക്കെന്നു ആനന്ദമേകുന്ന കവികൾ തൻ കവിതകൾ കൗതുകമല്ലയോ. ഒരു കവിത ചൊല്ലാൻ കൊതിച്ചു ഞാൻ ചിന്തയിലാണ്ടൽപ്പനേരം ഇരുന്നു പോയി. ഭാവനാകല്ലോലിനി തീരം വണഞ്ഞു ഞാൻ ഓളങ്ങൾ ഇളകുന്നതും നോക്കി നിന്നു. തിരുവോണനാളിൽ ആൽത്തറവേദിയിൽ ആൽത്തറക്കുട്ടന്മാർ തീർക്കുന്നു പൂക്കളം. പൂക്കളം കണ്ടുള്ളം കുതിർത്തെത്ര ആസ്വാദകർ വന്നു പോകുന്നു നിത്യവും. തിരുവോണനാളിൽ പ്രഭാതം പുലരുന്ന വേളയിൽ പൂക്കളച്ചാർത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നിൽക്കവേ ഒന്നു ഭയപ്പെട്ടിതെത്രയും അത്ഭുതം. ആലിഞ്ചുവട്ടിൽ ഒരു പുലി വന്നു നിൽക്കുന്നു. അലറുന്ന പുലിയുടെ ശബ്ദമൻ കാതിൽ മുഴങ്ങുന്നു എന്നു ശങ്കിച്ചു നിന്നു ഞാൻ. അത്ഭുതപ്പെട്ടു ഞാൻ പുലിയെ നോക്കിയിടവേ അൻകുറ്റതോഴനൻ ചെവിയിൽ വന്നോതിയ വാർത്ത കേട്ട് അത്ഭുതം കൂറി ഞാൻ മൂക്കിൽ വിരൽ വെച്ചു. നമ്മുടെ ഗോദര കൊണ്ടു തളച്ചതാണീ പുലി. ഗോവിന്ദൻ എന്ന കലാകാരനാണവൻ. ആയിരം ആശംസ നേരുന്നു ഞാൻ ആ കലാകാരനും ആൽത്തറ പുതിയ കൂട്ടത്തിനും. ആയിരം ആശംസ നേരുന്നു ഞാൻ ആ കലാകാരനും ആൽത്തറ പുതിയ കൂട്ടത്തിനും. ഞാനൊരു കവിയല്ല എങ്കിലും ആളോരേ കാവ്യം തുളുമ്പുന്ന കവിയരങ്ങിൻ്റെ ഈ സന്ധ്യയിൽ ആരാധകർക്കെന്നു ആനന്ദമേകുന്ന കവികൾ തൻ കവിതകൾ കൗതുകമല്ലയോ.